ഈ പ്രഭാതത്തിലെ ധ്യാനത്തിനായിട്ട് 4-ാം സങ്കീർത്തനം അതിന്റെ 7-ാമത്തെ വാക്യം. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധിക സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ലോകം നൽകുന്നത് പോലെയുള്ള സന്തോഷമല്ല ദൈവം നമുക്ക് നൽകുന്നത്. പലപ്പോഴും നമുക്ക് സന്തോഷം വരുന്നത് സമ്പത്ത് നമ്മുടെ കയ്യിൽ വരുമ്പോഴാണ്. നല്ല ആരോഗ്യം നമുക്കുണ്ടോ, നമുക്ക് സന്തോഷമുണ്ട്. എന്നാൽ ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ സന്തോഷം നഷ്ടപ്പെട്ടു പോവുകയാണ്. പണം നമ്മുടെ കയ്യിലുള്ളപ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. കൂട്ടുകാരെല്ലാം നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. ഇവിടെ സംഗീതക്കാരൻ പറയുന്നു, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധിക സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകി. സ്തോത്രം. നമുക്കുണ്ടാകുന്ന ഭൗമികമായ നേട്ടങ്ങളെക്കാൾ അധികമായി, ശാരീരികമായ മനസ്സുഖങ്ങളെക്കാൾ അധികമായി ദൈവത്തിന്റെ കൃപയിൽ നിൽക്കുന്ന ദൈവമക്കൾക്ക് ലഭിക്കുന്ന സന്തോഷം അധികമെന്നാണ് പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവത്തിലുള്ള സന്തോഷം, ദൈവത്തിലുള്ള ആനന്ദം. സ്തോത്രം. ദൈവവചനം പറയുന്നു, നിന്റെ സനിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തെക്കാൾ ഉത്തമമല്ലോ എന്ന് പറയുന്നു. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നാം ദൈവത്തിന്റെ സന്തോഷം പ്രാപിപ്പാൻ ശ്രമിച്ചാൽ ഈ ലോകത്തിലുള്ളതായ ഒന്നുമല്ല നമുക്ക് സഹായം നൽകുന്നത്, ഒന്നുമല്ല നമ്മെ പ്രീതിപ്പെടുത്തേണ്ടത്. ഇന്ന് മനുഷ്യൻ സന്തോഷത്തിനായി ഭൂമിയിലുള്ള പലതും മൂടി നടക്കുകയാണ്. മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി വസ്തുക്കൾക്കും അതേ മറ്റു പല മേഖലകളിലേക്ക് സന്തോഷത്തിനായി ജനമോടുമ്പോൾ അതൊക്കെ അവരെ നിരാശയിലേക്കാണ് എത്തിക്കുന്നത്. എന്നാൽ യേശു കർത്താവ് പറയുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്ന പോലെയല്ല പ്രിയപ്പെട്ടവരെ. ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവം തരുന്ന സന്തോഷം അധിക സന്തോഷമാണ്. അൺലിമിറ്റഡ് ഹാപ്പിനെസ്സസ് ആണ്. നമുക്ക് ഒരിക്കലും നിന്നുപോകാത്ത സന്തോഷം. കാരണം ദൈവത്തോട് കൂടെ നടക്കുന്നവർക്ക് ലഭിക്കുന്ന സന്തോഷം ഒരിക്കലും നിൽക്കത്തില്ല. അതേ, തുരുത്തിലെ വീഞ്ഞ് ഒരു കാലത്തും നിന്നു പോകുകയില്ല. നിങ്ങളുടെ കലശത്തിലെ മാവ് ഒരിക്കലും നിന്നു പോകത്തില്ല. കാരണം ദൈവത്തിന്റെ ആശ്രയം അതിന്മേലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഷ്ടത വരത്തില്ലെന്നോ പ്രയാസം വരത്തില്ലെന്നോ ദുഃഖം വരത്തില്ലെന്നോ ഒന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷെ എന്തൊക്കെ വന്നാലും അതിനെ ഓവർകം ചെയ്യുവാൻ, അതിൽ നിന്നും കവിഞ്ഞു വരുന്ന ഒരു ദൈവകൃപയുടെ ശക്തി നിങ്ങളെ അധിക സന്തോഷത്തിലേക്ക് നയിക്കാനായിട്ട് പോവുകയാണ്. സ്തോത്രം. ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് രോഗമില്ലെന്നല്ല ഞാൻ പറയുന്നത്. ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് കടഭാരമില്ലെന്നല്ല ഞാൻ പറയുന്നത്. തകർച്ചയില്ലെന്നല്ല പറയുന്നത്. പിന്നെയോ, എന്നാൽ ഈ വരുന്ന തകർച്ചകളും രോഗങ്ങളിൽ നിന്നും അതിജീവിപ്പാനുള്ള അധികമായ സന്തോഷം ദൈവം തന്റെ ജനത്തിന് നൽകിയ ഇന്ന് പകൽവേളയിൽ അധിക സന്തോഷം നൽകുന്ന ദൈവത്തെയാണ് നിങ്ങൾ ആരാധിക്കുന്നതെങ്കിൽ ഈ സന്തോഷം നിലനിൽക്കുക തന്നെ ചെയ്യും. ആകയാൽ അധിക സന്തോഷം നൽകുന്ന ദൈവത്തിൽ ആശ്രയിച്ച് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഈ ദൈവത്തോട് പറ. നിങ്ങളുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീരെങ്കിലും അടർന്നു വീഴുന്നുവെങ്കിൽ അത് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കട്ടെ. മനുഷ്യന്റെ മുമ്പിൽ നിങ്ങൾ കരയരുത്. മനുഷ്യന്റെ മുമ്പിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ പറയരുത്. പിന്നെയോ, സ്തോത്രത്തോടെ നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറ. ദൈവം നിങ്ങൾക്ക് അധിക സന്തോഷം നൽകും. നിങ്ങളുടെ കുടുംബത്തിലെ അസമാധാനം മാറ്റി നിങ്ങൾക്ക് സന്തോഷം നൽകും. നിങ്ങളുടെ ഹൃദയത്തിലെ അസമാധാനം മാറ്റി ദൈവം നിങ്ങൾക്ക് സന്തോഷം നൽകും. ആകയാൽ അധിക സന്തോഷം നൽകുന്ന ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം നല്ലൊരു വിശ്വാസ ജീവിതം നയിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ഓർപ്പിക്കുകയും നിങ്ങൾക്ക് എല്ലാവിധമായ സന്തോഷകരമായ ഒരു നല്ല ജീവിതം, ഒരു നല്ല അനുഗ്രഹിക്കപ്പെട്ട മണിക്കൂറുകൾ അതേ ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഈ വചനങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾക്ക് എന്നെ വിളിച്ചറിയിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം അധിക സന്തോഷത്താൽ നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.